ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കശ്മീരാണ്. അതെ, കഴിഞ്ഞ മാസം ഫ്രണ്ട്സിനോടൊരുമിച്ച് ഞങ്ങൾ കശ്മീരിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ 8 പേരാണുള്ളത്. 6 ദിവസം കശ്മീരിൽ സ്പെൻഡ് ചെയ്യണം എന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. അവിടെ പെഹൽഗാമും സൊനാമർഗും ഗുൽമർഗും ശ്രീനഗറും ലാൽ തടാകും ഇതെല്ലാം ഞങ്ങളുടെ എക്സ്പ്ലോറിങ്ങിൽ വരുന്നുണ്ട്. അവിടെയുള്ള വില്ലേജ്, അവിടെ ഗ്രാമീണരൊരുമിച്ച് കഴിയുന്നത്, ഇതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ യാത്ര തുടങ്ങി മണിക്കൂറുകൾക്ക് ശേഷം പല ഭാഗത്തു നിന്ന് കശ്മീർ അത്ര സേഫ് അല്ല. നിങ്ങളുടെ യാത്ര മാറ്റി വെക്കുന്നതാണ് നല്ലത്. പിന്നെ വീട്ടിൽ നിന്ന് കോള്, ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, മഞ്ഞ് വീഴ്ച, മലയിടിച്ചിൽ, ഇങ്ങനെയൊക്കെ പല കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ്. ശ്രീനഗറുണ്ട്, പെഹൽഗാമുണ്ട്, സൊനാമർഗുണ്ട്, ഗുൽമർഗുണ്ട്. ഈ മഞ്ഞ് വീഴ്ചയുണ്ട്, മലയിടിച്ചിലുണ്ട്. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മുന്നിൽ കണ്ടു തന്നെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുള്ളത്. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ശക്തികൾ, ചില നെഗറ്റീവ് ഫോഴ്സുകൾ നമ്മളെ പിറകിൽ നിരന്തരം പിറകിലോട്ട് വലിക്കുന്നു. അതല്ലേ സത്യം? ഒരു പക്ഷേ അത് നെഗറ്റീവ് പീപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കാം, നെഗറ്റീവ് സർക്കംസ്റ്റാൻസസ് ആയിരിക്കാം, നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കും. ഇങ്ങനെ പലതരം നെഗറ്റീവുകൾ നമ്മെ പിറകിലോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനോടെല്ലാം ഡിസോസിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയൂ. ചിലതിനോട് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലതിനോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യണം. എങ്കിലേ ജീവിതം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയുള്ളൂ, സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ, ലക്ഷ്യം നേടാൻ കഴിയുള്ളൂ. ചിലതിനോട് ഡിസോസിയേറ്റ് ചെയ്യുന്നതോടൊപ്പം അസോസിയേറ്റ് ചെയ്യേണ്ടതിനോട് അസോസിയേറ്റ് ചെയ്യുകയും വേണം. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഞാൻ ഇത്തിരി നേരം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം എനിക്ക് കഴിയും, എന്നാൽ കുറച്ച് കൂടുതൽ നേരം എനിക്ക് കഴിയുമോ? അതങ്ങ് വിട്ടാൽ ഞാൻ ഫ്രീ ആയില്ലേ? അല്ലെങ്കിൽ എൻ്റെ കൈ എന്തിനു പറ്റും? അതെ, ഇത് തന്നെയാണ് നമുക്കും സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഡിസോസിയേറ്റ് ചെയ്യേണ്ടതിന് അപ്പോൾ നെഗറ്റീവ് ഫീലിങ്സ് ആവട്ടെ, നെഗറ്റീവ് പീപ്പിൾ ആവട്ടെ, നെഗറ്റീവ് ഏരിയകളുണ്ട്. ചില ഏരിയകൾ ചെന്നാൽ നമുക്ക് നെഗറ്റീവ് ആ ഒരു ഫീലിങ്സാണ്, വൈബാണ്. അവിടെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യണം. നെഗറ്റീവ് ആളുകളിൽ ഡിസോസിയേറ്റ് ചെയ്യണം, നെഗറ്റീവ് ഫീലിങ്സിൽ ഡിസോസിയേറ്റ് ചെയ്യണം. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയും. അസോസിയേറ്റ് ചെയ്ത് ചില ആളുകൾ നമ്മളുമായിട്ട് കൂടുന്ന സമയത്ത്, ചില ഇടങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത്, ചില കുടുംബ വീടുകളിൽ നമ്മൾ ചെല്ലുന്ന വലിയ പോസിറ്റീവായി നമുക്ക് വലിയ എനർജി ആയിരിക്കും. നമ്മൾ അവരിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുകയും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്താഗതികൾ നമ്മളിലേക്ക് പകർന്നു നൽകുന്നവരുമായിട്ട്, ഫീലിങ്സുമായിട്ട്, സിറ്റുവേഷൻസുമായിട്ട്, സർക്കംസ്റ്റാൻസസുമായിട്ട് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുക, ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുക. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണം.